എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് ജനാർദ്ദനൻ. ഞാനത് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ എൻ്റെ ഈ ചാനലിൽ ചെയ്യുന്നത്. 2-3 ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹകരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. മനോഹരമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ മട്ടൻ വാങ്ങി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. മട്ടൻ മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു. കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പട്ട, 2 ബേ ലീഫ് ഇത്രയും ചേർക്കുന്നു. നല്ല രീതിയിലൊന്ന് തിരുമ്പി മിക്സ് ചെയ്യുക. വളരെ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കറിലുള്ള വെള്ളം ആ മസാല അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. ആദ്യത്തെ കുക്കറിൽ അത് വേവോ എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് കുക്കറൊന്ന് മാറ്റിയതാണ്. അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു അരമുറി നാളികേരം വറുക്കുന്നുണ്ട്. നല്ല ചുവന്ന രീതിയിൽ ഞാനത് വറുത്തെടുത്തിട്ടുണ്ട്. മട്ടൻ അവിടെ വെന്തുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. കുക്കറൊന്ന് തുറന്നു നോക്കാം നമുക്ക്. ഇവിടെ 5 വിസിൽ വന്നിട്ട് അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. മട്ടൻ ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ടായിരിക്കും. 1/4 ഭാഗം വേവ് അവിടെ കിടന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ മസാലയുടെ കൂടെ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സവോള മൂപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ തീയിലിട്ടാണ് മൂപ്പിക്കുന്നത്. അപ്പോൾ ഞാനതിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഉണ്ട വെളുത്തുള്ളിയും വലിയൊരു ഇഞ്ചി കഷ്ണമുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചു. വീണ്ടും എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക്. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചേർത്തത് വേറെയാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ 1 സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാനിത്. ഇപ്പോൾ ഏകദേശം ഒരു നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇത്രയും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ മസാലകളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടതാണ്, അപ്പോൾ അതിൻ്റെ ബാക്കി ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. തക്കാളി നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വരണം, അതുവരെ നമുക്ക് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ആ ഗ്രേവി, നമ്മൾ ഇറച്ചി വേവിച്ച ഗ്രേവിയിൽ നിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളി മസാലകളെല്ലാം നല്ല പരുവായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകമല്ലേ എന്ന് നോക്കിയാൽ നമുക്ക് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഞാൻ വീണ്ടും വേവിച്ചതിട്ടാ. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ, വറുത്തരച്ച തേങ്ങയാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് ഈ തേങ്ങ ലാസ്റ്റ് ഇറക്കാൻ നേരത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെറുതെ ഒന്ന് തിളച്ചാൽ മതി. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.
ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നാൽ നമ്മുടെ മട്ടൻ കറി അതീവ രുചികരമായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നമ്മൾ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവർക്ക് നന്ദി, നമസ്കാരം, ബായ്.